ഹലോ ഗേസ്, എയർ ഫ്രൈ ചെയ്ത് ചിക്കൻ കൊണ്ടുണ്ടാക്കിയ ബിരിയാണി നമുക്ക് കണ്ടാലോ. എയർ ഫ്രയർ ഉള്ളവർ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ആദ്യം നമുക്ക് ചിക്കൻ എയർ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ചതച്ചത് 1 ടീസ്പൂൺ ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു മുട്ടയും പിന്നെ പകുതി നാരങ്ങേൻ്റെ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒരു 15 മിനിറ്റൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഞാനിവിടെ എയർ ഫ്രയറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട് 5 മിനിറ്റ്. പിന്നെ ഇതേപോലെ ഒരു ഡിസ്പോസിബിളായിട്ടുള്ളൊരു ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ പരിപാടി ചെയ്യണത്. മറ്റേത് കുറേ എണ്ണൊക്കെ വേണം, കുറേ മുക്കി പൊരിക്കലൊക്കെ അല്ലേ. ഇത് ഞാൻ ജസ്റ്റ് അവിടെ സ്പ്രെഡാക്കി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ പുറത്താകെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഇഷ്ടമായിട്ടത്. സവാള ഫ്രൈ ചെയ്തിട്ടായിട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു 5 എടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എയർ ഫ്രയറിൽ വെച്ചായിരുന്നു. പക്ഷേ കുറേ ഉള്ള കാരണം എനിക്ക് വേഗം ഫ്രൈ ആയി വന്നില്ല. ചിലത് ഫ്രൈ ആവുക, ചിലത് ആവണില്ല, അങ്ങനെയായിരുന്നു. പക്ഷെ കുറച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ വേഗം ഇതേപോലെ സുഖമായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. 3-4 തവണ കുറച്ച് ഇടുകയാണെങ്കിൽ സെറ്റാണ്. പക്ഷേ ടൈമില്ലാത്ത കാരണം ഞാൻ ഇങ്ങനെ സെറ്റാക്കി. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ജസ്റ്റ് കൈ വെച്ചിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ. വേഗം പരിപാടി കഴിയുകയും ചെയ്യും. അപ്പോൾ ആ എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് മുന്തിരി ഫ്രൈ ചെയ്തിട്ടെടുത്തു. ക്യാഷ് ഞാൻ എയർ ഫ്രയറിലാണ് കേട്ടോ ചെയ്തത്. അത് വേഗം കിട്ടി. ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ചട്ടിയിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് 2 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് നമ്മുടെ ഒടിച്ചു വെച്ച ആ ഫ്രൈ ചെയ്ത സവാള ഇട്ട് കൊടുക്കുക. കുറച്ച് മാറ്റി വെക്കണം കേട്ടോ, അല്ലാത്തതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് തൈര് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കുരുമുളകും കുറച്ച് മല്ലിയിലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് കുറച്ച് നേരം മൂടി വയ്ക്കുക. അപ്പോൾ അതവിടെ സെറ്റായിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചോറുണ്ടാക്കാം. ഞാനിവിടെ 4 കപ്പ് ബസ്മതി റൈസാണ് എടുത്ത് വെച്ചേക്കുന്നത്. നന്നായിട്ട് കഴുകിയിട്ട് അരിച്ച് വയ്ക്കുക. അരി കുതിർക്കാൻ ഞാൻ വെക്കാറില്ല കേട്ടോ. അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് ഗീ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ട സ്പൈസസ് ഉണ്ടല്ലോ, ഗ്രാമ്പൂ, തക്കോലം ഉള്ളതൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ കുറച്ചിട്ട് കൊടുക്കുക. അതിലേക്ക് കഴുകി വെച്ച അരി ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ജസ്റ്റ് 2 മിനിറ്റ്. അപ്പോൾ ഒന്ന് പൊട്ടണ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു ഏകദേശം അളവ് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് തിളയ്ക്കാൻ വെക്കുക കേട്ടോ. അപ്പോൾ തിളയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ജസ്റ്റ് അതിൻ്റെ വേവ് ഒന്ന് നോക്കുക. നന്നായി കുഴയരുത്. ആ വേവ് നോക്കിയിട്ട് കറക്റ്റ് പാകമാകുമ്പോൾ അതങ്ങോട്ട് എടുക്കുക കേട്ടോ. പിന്നെന്താ, അതൊക്കെ സെറ്റാവാൻ വേണ്ടിയിട്ട് ചിക്കൻ, ചോറ്, മല്ലിയില, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് മസാലപ്പൊടിയും ചേർക്കുക. വീണ്ടും ചിക്കൻ ഇടുക, വീണ്ടും ആവർത്തിക്കുക. അപ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരം നല്ല അടിപൊളിയായിട്ട് എത്ര ലെയർ വെച്ചാൽ അത്ര വയ്ക്കുക. 2 ആണെങ്കിൽ 2, അല്ലെങ്കിൽ 1 വെച്ചാൽ 1, അങ്ങനെയൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് കുറച്ച് നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ തുറക്കുമ്പോൾ അടിപൊളി ബിരിയാണി കിട്ടും. അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് കഴിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതിലേക്കും ബൈ.